بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷയിൽ അഖീദയുടെ വിഷയത്തിൽ വന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പണ്ഡിതന്മാർ, സുന്നത്ത്, ബർസഖ്, പുനർജന്മം, വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത്, ഫത്വാനത്ത്. താഴെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾക്ക് യോജിച്ചവ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, അൽ ബഅസ്. അൽ ബഅസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിലുണ്ട് പുനർജന്മം. അതിനാണ് അൽ ബഅസ് എന്ന് പറയുക. അപ്പോൾ അൽ ബഅസിന്റെ നേരെ പുനർജന്മം എന്ന് എഴുതുക. 2, മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ്. ബർസഖ് എന്നാണ് എഴുതേണ്ടത്. 3, ഇസ്ലാമിന്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് സുന്നത്ത്. സുന്നത്ത് എന്ന് ബ്രാക്കറ്റിൽ ഉണ്ട്. 4, ബിദ്അത്ത് ഹസനത്തിന്റെ ഉദാഹരണമാണ് വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത്. അതാണ് എഴുതി കൊടുക്കേണ്ടത്. 5, പ്രവാചകരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ എന്ന് ബ്രാക്കറ്റിൽ ഉണ്ട്. അതാണ് എഴുതേണ്ടത്. 6, ബുദ്ധികൂർമ്മത. ബുദ്ധികൂർമ്മത അതിന് പറയുന്ന പേരാണ് ഫത്വാനത്ത്. മുർസലിങ്ങൾക്ക് ഉണ്ടാകുന്ന വാജിബായ സിഫത്തുകൾ ഉണ്ടല്ലോ, അതിൽപ്പെട്ടതാണ് ഫത്വാനത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധികൂർമ്മത എന്നാണ്. അപ്പോൾ ബുദ്ധികൂർമ്മതന്റെ നേരെ ഫത്വാനത്ത് എന്നാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ പ്രവർത്തനം, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാം. താഴെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായത് മാത്രം താഴെ 4 വരിയുണ്ട്, ആ വരിയിൽ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തേത് നമുക്ക് വായിച്ചു നോക്കാം. അമ്പിയാക്കൾ പാപസുരക്ഷിതരാണ്. അത് ശരിയാണോ തെറ്റാണോ അതിനനുസരിച്ച് എഴുതാണ് വേണ്ടത്. അത് ശരിയാണ്. അമ്പിയാക്കൾ പാപസുരക്ഷിതരാണ് എന്ന് താഴെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതും ശരിയായ കാര്യമാണ്. അപ്പോൾ അത് അതേപോലെ താഴെ രണ്ടാമത്തെ വരിയിൽ എഴുതാനുള്ള സ്ഥലത്ത് എഴുതി കൊടുക്കുക. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെ വാക്യം, തൗഹീദിന്റെ നേർ വിപരീതമാണ് വഹദാനിയത്ത്. അത് തെറ്റാണ്. തൗഹീദിന്റെ നേർ വിപരീതം ഷിർക്കാണ്. അപ്പോൾ ഇവിടെ വഹദാനിയത്ത് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ താഴോട്ട് എഴുതേണ്ട ആവശ്യമില്ല. നാലാമത്തേത്, പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് സ്വർഗം. അതും ശരിയാണ്. അത് നേരെ താഴോട്ട് എഴുതി കൊടുക്കുക.
മൂന്നാമത്തെ പ്രവർത്തനം 1 വീതം എഴുതാം എന്നാണ്. ഇവിടെ 5 ചോദ്യങ്ങൾ, 5 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് യോജിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവിടെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് വീതം എഴുതുക. ഒന്നാമത്തേത് ഹൗലുൽ കൗസറിന്റെ വിശേഷണം. ഹൗലുൽ കൗസറിന്റെ വിശേഷണം എന്തൊക്കെയാണെന്ന് ഒറ്റൊന്ന് ഒരു വിശേഷണം എഴുതുക. അത് വളരെ വലുതാണ്. അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്. തേനിനേക്കാൾ മധുരമുള്ളതുമാണ്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് എഴുതുക. 2, സിറാത്ത് പാലത്തിന്റെ വിശേഷണം. അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, മുടിയേക്കാൾ നേരിയതുമാണ്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതുക. മൂന്നാമത്തേത് ഖിയാമത്ത് നാളിന്റെ തൊട്ടടുത്ത അടയാളം. ഇമാം മഹ്ദി വരൽ, ദജ്ജാൽ പുറപ്പെടൽ. അങ്ങനെ നമ്മുടെ പാഠഭാഗത്തുള്ള ഏതെങ്കിലും ഒന്ന് എഴുതുക. നാലാമത്തേത് സുന്നത്തിന്റെ ഭാഷാർത്ഥം എന്താണ്? ചര്യ, മാർഗം, നടപടിക്രമം എന്നൊക്കെ എഴുതാവുന്നതാണ്. അഞ്ചാമത്തേത് ദഅവത്തിന്റെ ഇനങ്ങൾ, പ്രബോധനം ചെയ്യുന്നതിന്റെ ഇനങ്ങൾ. അവിശ്വാസികളിലേക്ക് സത്യമതത്തിന്റെ സന്ദേശം എത്തിക്കുക. 1, വിശ്വാസികളെ സത്യപാതയിലേക്ക് വിളിക്കുകയും അവർക്ക് ഉത്ബോധനം നടത്തുകയും ചെയ്യുക. നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നാണ്. ഇവിടെയും 5 ചോദ്യങ്ങളുണ്ട്. അതിനോട് യോജിച്ച ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തേത് ബിദ്അത്ത് ളലാലത്ത് ആകുന്നു, അത് ഏത്? ബിദ്അത്ത് ളലാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ, അതിനാണ് ബിദ്അത്ത് ളലാലത്ത് എന്ന് പറയുക. രണ്ടാമത്തേത് സ്വർഗത്തിൽ ഇല്ല എന്തെല്ലാം? രോഗം, വാർദ്ധക്യം, മരണം. ഇവയൊന്നും സ്വർഗത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. മൂന്നാമത്തെ ചോദ്യം മഹ്ശർ എന്നാൽ എന്താണ്? ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന പ്രവിശാലമായ മൈതാനിയാണ് മഹ്ശർ. നാലാമത്തെ ചോദ്യം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളെയും വിശദീകരിച്ചത് എന്താണ്? സുന്നത്ത് എന്നാണ് ഉത്തരം എഴുതേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുച്ചര്യകളാണ്, ഹദീസുകളിൽ നിന്നാണ് പരിശുദ്ധമായ ഖുർആൻ വിശദീകരിച്ചത്. അപ്പോൾ സുന്നത്ത് എന്നാണ് എഴുതേണ്ടത്. 5, സഫറത്ത് എന്ന മലക്കുകളുടെ ജോലി എന്താണ്? ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും പകർത്തി എഴുതൽ, അതാണ് അവരുടെ ജോലി. 5ാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നാണ്. ഇവിടെ ചില പദങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അവ ശരിയായ രൂപത്തിൽ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തേത് അന്തഖനല്ലാഹു ഡാഷ് കുല്ല ഷൈഇൻ. അവിടെ കൂട്ടി എഴുതേണ്ടത് അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ഷൈഇൻ എന്നാണ്. രണ്ടാമത്തേത് ലാ തഖൂമു സ്സാഅത്തു ഡാഷ് അല്ലാഹ് എന്നാണ്.
അവിടെ ശരിയായ രൂപത്തിൽ എഴുതേണ്ടത് ലാ തഖൂമു സ്സാഅതു ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് അല്ലാഹ് എന്നാണ് എഴുതേണ്ടത്. ആറാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നാണ്. ഇവിടെയും രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമാക്കി എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സ്വഹാബത്തിന്റെ മാതൃകയും പിൻപറ്റിയവർക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തി എന്ന് പറയുക. രണ്ടാമത്തേത് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കി എഴുതുകയാണ് വേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയും ക്ഷണിക്കൽ, അതിനാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷകൾ നേരിടാനും വിജയിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.